ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ കർത്താവേ, അടിയങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കുന്നതിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാനും തുടർന്ന് അങ്ങയുടെ വചനം കേൾക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദാസനെ ശക്തിപ്പെടുത്തണമേ. വന്നത് ഏറ്റവും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. പ്രിയ മകൾ ഫേബ ജോയിയെ തിരുവനന്തപുരം ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധ്യൻ
കർത്താവിൻ്റെ ദാസൻ MC ചെറിയാൻ അവർ കൊട്ടാരക്കര അവരിൽ നിന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി തീരും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ യൂട്യൂബിലൂടെ ദൈവസന്നിധാനത്തിലായിരിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വമുള്ളായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റുകയാണ്. കാൽവറിനാഥം മിനിസ്ട്രിയുടെ ഈ പ്രത്യേകമായിരിക്കുന്ന സംവിധാനം അനവധി പ്രിയപ്പെട്ടവർക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി ഭവിപ്പാനും അനവധി പ്രിയപ്പെട്ടവരെ രക്ഷയുടെ പന്താവിലേക്ക് കൊണ്ടുവരുവാനും ജീവിതത്തിൻ്റെ നന്മ അനുഭവിച്ച് ആസ്വദിക്കുവാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഈ ആഴ്ചയിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാം ഭാഗത്ത് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ട്. അലസത പാപത്തിലേക്ക് മനുഷ്യനെ തിരിക്കുന്നു എന്നുള്ളതാണ്. അലസ്യരായിട്ട് ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയാകരുത്. അതിന് 3-4 കാര്യങ്ങൾ നമ്മൾ ഓർത്തു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗം കാഴ്ച പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നുള്ളതാണ്. കാഴ്ച പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. അവിടെ എവിടെങ്ങളിലായിട്ട് ഇരുന്ന് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് സർവശക്തനായിരിക്കുന്ന കർത്താവ് വേണ്ടതായിരിക്കുന്ന പ്രചോദനവും നന്മയും അനുഗ്രഹങ്ങളും കൃപകളും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ വിശാലതയിലേക്കും അനുഗ്രഹത്തിൻ്റെ പാതയിലേക്കും നയിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നു. കാഴ്ച പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നു. കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വലിയവനായിരിക്കുന്ന കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യ ശരീരത്തിൽ അനവധിയായിരിക്കുന്ന അവയവങ്ങളെ സൃഷ്ടിപ്പാൻ കൊണ്ടും ഇടയായി. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കണ്ണാടി എന്നുള്ളതായിരിക്കുന്ന നിലയിലാണ് കണ്ണിനെ സൃഷ്ടിപ്പാൻ കൊണ്ടും ഇടയായി തീർന്നത്. ഈ കണ്ണ് എന്തിനാണ്? നമുക്ക് കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അനവധി കാര്യങ്ങൾ നോക്കേണ്ടതിന് വേണ്ടിയാണ്, അറിയേണ്ടതിന് വേണ്ടിയാണ്. ഇത് കണ്ടില്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ വളരെയധികം തടസ്സങ്ങളും വളരെയധികം വിഘ്നവും ഉണ്ടാകുവാൻ കൊണ്ടും ഇടയായി തീരും. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് എന്ന്. കാഴ്ച പാപത്തിലേക്ക് നയിക്കുന്നു. അത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ പടിയായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം
യോബിൻ്റെ പുസ്തകം 31 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? യോബ് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്ന്. ഇന്നിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ വേഷവിധാനത്തിൻ്റെയും മറ്റുള്ളതായിരിക്കുന്ന ചില പ്രത്യേകതകളുടെയും പ്രത്യേകമായിരിക്കുന്ന ഒരു താണ്ഡവം നമുക്ക് ലോകത്തിലെവിടെയും ദേശത്തെവിടെയും ചുറ്റുപാടുകളിലെവിടെയും നമ്മൾ ഉൾക്കൊണ്ടു നിൽക്കുന്നതായിരിക്കുന്ന സഭയിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്നതായ കണ്ണുകൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെയും ഓടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ ആ കണ്ണ് കണ്ടത് നമ്മുടെ ഹൃദയത്തിൽ അതിനെ വയ്ക്കുവാനോ ഹൃദയത്തിൽ അതിനെ ആക്കി തീർക്കുവാനോ ഇടയായി തീരുമ്പോഴാണ് പാപം നമ്മളിൽ അങ്കുരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. പലവിധമായിരിക്കുന്ന ചിന്തകൾ ഈ കാഴ്ച മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആ കാഴ്ചകൾക്ക് അധീനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുമ്പോഴാണ് പാപത്തിൻ്റേതായിരിക്കുന്ന ആ നീർച്ചുഴിയിൽ നിപതിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഒരിക്കലും ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ അങ്ങനെ ആയിത്തീരുവാൻ ഇടയാകരുത്. അങ്ങനെ ആയിത്തീർന്നാൽ ക്രിസ്ത്യ ജീവിതം പരാജയത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. മറ്റാർക്കും അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എങ്കിലും ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ, അന്തരേന്ദ്രങ്ങളെ മനസ്സിലാക്കുന്നവൻ ഒരുവനുണ്ട്. താനത് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. പാപത്തെ കാണുന്നതിനായി നോക്കുന്നതാണ് പാപം. പാപത്തെ കാണുക എന്ന് പറയുമ്പോൾ പാപപങ്കുലമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ വഴികളെയും നമ്മൾ വീക്ഷിക്കുമ്പോൾ അവയെ കണ്ടു അവയിൽ നിന്ന് മാറിപ്പോയി ഹൃദയത്തിൽ അവയെ പതിപ്പിക്കാതെ നമ്മൾ മാറിപ്പോകണം എന്നാണ് ഇതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മാനുഷിക ഹൃദയത്തിനിത് സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മളിൽ കാണുവാനൊക്കണം, അഥവാ അങ്കുരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ചവരും ആത്മാവിനാൽ നിറയപ്പെട്ടവരും ആത്മാവ് നടത്തപ്പെടുന്നവരുമായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ പരാജയത്തിലേക്ക് നിപതിപ്പാൻ ഇടയായി തീരാതെ വണ്ണം കണ്ടതിനെ കണ്ടു അവയെ മറന്നുകളയണം, അവയെ മാറ്റിക്കളയണം. അതാണ് ആവശ്യം. അത് സാധിക്കുന്നില്ല എങ്കിൽ പാപത്തിന് വിധേയപ്പെടുകയാണ്, ദൈവ വഴികളിൽ നിന്ന് മാറുകയാണ്, ദൈവ ആലോചനയിൽ നിന്ന് അവർ അകലം പ്രാപിക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഒരവസ്ഥയുണ്ടായാൽ പാപം അവിടെ വിജയം കൈവരിക്കുകയും ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തികൾ പരാജയപ്പെടുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 40 ദിവസത്തോളം ഏതാണ്ട് ഉപവാസമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കടന്നു വരുമ്പോൾ പിശാച് അവനെ ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി എന്ന് തിരുവെഴുത്തിൽ വായിക്കുവാൻ കഴിയുന്നു. കൊണ്ടുപോയിട്ട് പറയുകയാണ്, വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. യേശു കർത്താവ് ആരെന്നറിയാതെയാണ് അവൻ പറഞ്ഞതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവമായിരിക്കുന്ന കർത്താവ് പറഞ്ഞ എന്താണ്? യഹോവയായിരിക്കുന്ന ദൈവത്തെ അല്ലാതെ ആരെയും നമസ്കരിക്കാൻ പാടില്ല, ആരെയും നമസ്കരിക്കാൻ പാടില്ല, അർത്ഥാൽ ഉൾക്കൊള്ളുവാൻ പാടില്ല. പ്രിയ വിശ്വാസി ജനമേ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. പരാജയത്തിൻ്റെതായിരിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന ഏതെങ്കിലും നിലപാട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന സംഗതി ഉണ്ടായാൽ നിങ്ങൾ നോക്കേണ്ടത് എവിടേക്കാണ്? പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശോഭിതരായി തീരും. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. നല്ലവനായിരിക്കുന്ന കർത്താവിലേക്ക് നോക്കുവാൻ, കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ കർത്താവ് പറയുന്നത് അപ്രകാരം തന്നെ ചെയ്യുവാൻ ഇടയായി തീരണം. അത് നമ്മൾ ഓർക്കണം. യോബിൻ്റെ തീരുമാനത്തോട് ചേർന്ന് നമ്മളും ആ തീരുമാനത്തിൽ മുഴുകി ചേരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ലോക ഇമ്പങ്ങൾക്ക് നമ്മൾ അതിൻ്റേതായിരിക്കുന്ന ആ അവസ്ഥ നിലവാരത്തിൽ അതിന് വില കൽപ്പിക്കുവാൻ പാടില്ല. നമ്മൾ ആരെന്ന് ഓർക്കണം. നമ്മൾ ആരെന്ന് കണ്ട് നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ
ക്രിസ്ത്യ ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ക്രിസ്ത്യ ജീവിതം വിജയിക്കുവാൻ മാത്രം ഇടയായി തീരും. രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവയവങ്ങളെ അലസ്യമായി ഉപയോഗിക്കുന്നവർക്ക് പാപത്തിന്മേൽ ജയം വരിച്ച് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം. അവിടെ എന്താണ് വലിയവനായിരിക്കുന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സമർപ്പിക്കണം. എന്തായിട്ട് സമർപ്പിക്കണം? നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. കണ്ണുണ്ട്, എനിക്ക് ബോധിച്ചതുപോലെ നടക്കും. കണ്ണുണ്ട്, എനിക്കിഷ്ടമുള്ളിടത്ത് നോക്കും. കണ്ണുണ്ട്, ഞാൻ ഇഷ്ടമുള്ളതിനെ കാണും. കണ്ണുണ്ട്, ഞാൻ ഇഷ്ടമുള്ളത് മാത്രം ചെയ്യും. ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കുവാനിടയായി തീർന്നാൽ കണ്ണ് തന്നവനറിയാം കണ്ണിനെ എടുക്കുവാനും. അതുകൊണ്ട് ആകാത്ത കാര്യങ്ങളിൽ നോക്കി പോകുവാൻ ഇടയാകരുത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് നാം കാണുന്നത് എന്താണ്? റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ഇടയ്ക്കുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശദീകരണത്തിനായി നീതിക്ക് അടിമയായി സമർപ്പിപ്പീൻ. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന എന്താണ്? ഒരിക്കൽ നമ്മൾ അനീതിക്ക് അടിമകളായി സമർപ്പിക്കുവാൻ കൊണ്ടും ഇടയായി തീർന്നുവെങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിങ്ങൾ നീതിക്കായി ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ നീതിമാന്മാരുടെ പട്ടികയിൽ എണ്ണപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഒന്നോർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏറ്റവും ആഴമുള്ള കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും നിബന്ധിച്ചവരായിരുന്നു. എന്നാൽ സർവശക്തനായിരിക്കുന്ന കർത്താവ് കണ്ടു, കർത്താവ് പിടിച്ചു, കർത്താവ് കരകയറ്റിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്. പിന്നെന്തായിരുന്നു? ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരപ്പെടുത്തി വായിൽ പുതിയ പാട്ട് തന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഗമനത്തെ സ്ഥിരപ്പെടുത്തി വായിൽ പുതിയ പാട്ട് തന്നു. നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവാകുന്ന പാറമേൽ, കുലുങ്ങാത്ത പാറമേൽ, ഇളകാത്ത പാറമേൽ, ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത പാറമേൽ ആ ഉറപ്പിൻ്റെ ധൈര്യം തന്ന്, പ്രിയ വിശ്വാസികളെ, നിങ്ങളെയും എന്നെയും നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്, ആ ദൈവത്തെ നമ്മുടെ മറുതലിക്കരുത്. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ നോക്കും, ഇഷ്ടമുള്ളവരെ പോകും എന്ന് പറയുവാൻ നമ്മുടെ ജീവിതം ഇടയായി തീരരുത്. അങ്ങനെ നമ്മൾ എല്ലാറ്റിനും സമർപ്പണമുള്ളവരായിരിക്കാൻ തക്കൊണ്ടും ഇടയായി തീരണം. മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നത്, കാഴ്ച പാപത്തിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരുന്നതിൻ്റെ 2 കാര്യം ചിന്തിച്ചു. മൂന്നാമത്തെ കാര്യം, ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് അടച്ചു കളയണം. ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് അടച്ചു കളയണം. അതാണ് ആവശ്യം. അത് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതായിരിക്കുന്ന ഒരു പ്രത്യേകതയായിട്ട് നമ്മുടെ മുൻപിൽ ഇരിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. നമുക്ക് നോക്കാം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരാം. 33-ാം അധ്യായത്തിൻ്റെ യെശയ്യാവ് 33-ന്റെ 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്? അവിടെ പറയുന്നത്, നീതിയായി നടന്ന് നേർപ്പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞുകളയുകയും രക്തവാദങ്ങളെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ലാസ്സാണല്ലോ, എല്ലാം വിവരിച്ചു പോകുവാൻ എനിക്ക് കഴിയുകയില്ല. ഇവിടെ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, വലിയവനായിരിക്കുന്ന കർത്താവ് പറയുകയാണ്,
നീതിയായി നടന്ന് നേർപ്പറയണം. നീതിയായി നടന്ന് നേർപ്പറയണം. ഇന്നതുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അധപ്പതനം നീതിയുടേതായിരിക്കുന്ന വഴിയിൽ അധപ്പതിച്ചു പോയില്ലേ? തളർന്നു പോയില്ലേ? ക്ഷീണിച്ചു പോയില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. എന്നെ ശ്രവിക്കുന്നതായിരിക്കുന്ന ജീവിതങ്ങളെ, എൻ്റെ പ്രിയ വാത്സല്യ സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണം. ദൈവത്തിൻ്റെ നീതി എന്നിൽ നിറവേറ്റുവാൻ്റെ കൊണ്ടുമിടയായി തീർന്നപ്പോൾ പാപപങ്കുലമായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കരകയറ്റിയെങ്കിൽ ആ ദൈവത്തെ എങ്ങനെയായിരിക്കണം നമ്മൾ പിന്തുടരുവാൻ്റെ കൊണ്ടുമിടയായി തീരേണ്ടത്? ആ ദൈവത്തെ നീതിയായി കണക്കിടുവാൻ, നീതിയായി നടന്ന് നേർപ്പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. അതിന് പകരമായി ഇന്ന് ചെയ്യുന്നതാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എവിടെ ആദായമുണ്ട്, എവിടെ വല്ലതും കിട്ടുന്നുണ്ട്, അവിടേക്ക് മനം തിരിയുന്നതായിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ അതിൽ നിന്ന് മോചനം നേടുവാൻ രക്തപാതകളെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ, അവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കയില്ല. അവൻ ആ പാറമേൽ അടിസ്ഥാനം ഇടുവാൻ കൊണ്ണം കഴിയുകയില്ല. അവന് ജീവിതത്തിൻ്റെതായിരിക്കുന്ന പരാജയത്തിലേക്ക് പോകുവാൻ കൊണ്ണം ഇടയായി തീരും. ക്രിസ്ത്യ ജീവിതം പരാജയത്തിൻ്റെതായിരിക്കുന്ന നീർച്ചുടിയിൽ നിവദിച്ച് അവിടെ കഷ്ടങ്ങളിലേക്ക് മാറുവാൻ മാത്രം ഇടയാകും. ചിലപ്പോൾ അത് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരിക്കലും നല്ലതല്ല. പ്രതിഫലം വീതിക്കുന്ന നാളിൽ ദുഃഖിതരായി തീരുവാൻ്റെ കൊണ്ടും ഇടയായി തീരും. സംശയമില്ലാത്തായിരിക്കുന്ന കാര്യമാണ്. ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് അടച്ചു കളയണം. ദൈവത്തെ മാത്രം നോക്കുക, ദൈവവചനത്തിന് പിന്നാലെ പോകുക, ദൈവമായിട്ടുള്ളായിരിക്കുന്ന ബന്ധം പുലർത്തി അവനിൽ മാത്രം ആശ്രയം വയ്പ്പാൻ്റെ കൊണ്ടും ഇടയായി തീരണം. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ യെശയ്യാ പ്രവാചന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക്. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും, അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോട് ദർശിക്കും, വിശാലമായ ഒരു ദേശം അവൻ കാണും. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവയെ വിട്ടുകളയുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു ദൈവ പൈതലിന് ലഭിപ്പാൻ്റെ കൊണ്ടും ഇടയായി തീരുന്നത് എന്ന് ചിന്തിക്കണം. അവരെന്ത് ചെയ്യും? ഉയരത്തിൽ വസിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന വാസം 70 80 അതിലപ്പുറമോ പോയാൽ, ചിലപ്പോൾ ഗ്രേസ് പീരീഡൊക്കെ ലഭിക്കുന്നവരുണ്ട്, അതിലപ്പുറത്തോട്ട് പോയാൽ ഒരു കാര്യം ഓർക്കണം, അത് കഷ്ടവും ദുഃഖവും നിരാശയും നിറയുവാൻ്റെ കൊണ്ടും ഇടയായി തീർന്നതാണ്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് എന്ത് ലഭിക്കും? അവിടെ വായിക്കുന്നത് അവർ ഉയരത്തിൽ വസിക്കും. എവിടെ നമ്മെ നിർത്തിയോ ആ പാറക്കോട്ടകൾ അവൻ്റെ അവസ്ഥയ്ക്ക് അവനെ അനുഗ്രഹമായി തീർക്കുവാൻ്റെ കൊണ്ടും ഇടയാകും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോട് ദർശിക്കും, വിശാലമായ ദേശം കാണും. പ്രിയ ദൈവപൈതങ്ങളെ, എന്നെ ശ്രവിക്കുന്നതായിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ വാസം സുഖത്തിൻ്റെയും മറ്റുള്ളതായിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെയും വഴികളായി മാത്രം കണ്ട് തിന്ന് കുടിച്ച് പുളച്ച് രമിച്ച് ജീവിപ്പാൻ്റെ കൊണ്ടും ഇടയായി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോയി ഇതാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് ധരിക്കുന്നവർ ചിന്തിച്ചു കൊള്ളണം. നീ കുടിക്കാൻ പോകുന്നത്, നീ തിന്നാൻ പോകുന്ന അപ്പവും കുടിക്കാൻ പോകുന്ന വെള്ളവും ഏത് നിലയിലുള്ളതാണ്? പാപത്തിൻ്റേതായിരിക്കുന്ന ആഹാരമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുടെ ആയിരിക്കുന്ന നന്മ ജീവിതത്തിൽ അനുഭവിപ്പാൻ്റെ കൊണ്ടും ഇടയായി തീരുമെങ്കിൽ അതിനെ മുട്ടിച്ചു കളയയില്ല. കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഭാരമില്ലാത്ത, രോഗമില്ലാത്ത അങ്ങനെ ഒരു സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹം നമുക്ക് തരും. ഇവിടെ അതിന് പറഞ്ഞിരിക്കുന്നത് വിശാലമായൊരു ദേശം നീ കാണും
എന്നാണ്. വിശാലമായ ഒരു ദേശം, മുട്ടിപ്പില്ലാത്ത ഒരു ദേശം, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ദേശം, പാപമില്ലാത്തതായിരിക്കുന്ന ഒരു ദേശം, പാപികളെ ശേഷം കാണുവാൻ തക്കവണ്ണം കഴിയാത്തതായിരിക്കുന്ന ഒരു ദേശം ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ രാജ്യം കൈവശമാക്കുവാൻ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടരുത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരിക്കലും താളടിയാകരുത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എവിടെയാണ് നമ്മുടെ വാസം, അത് നമ്മൾ ആഗ്രഹിക്കണം. ഇവിടെ വായിച്ചു, ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും. ഉയരത്തിൽ വസിക്കും, ഉയരത്തിലായിരിക്കണം നമ്മുടെ വാസം. നമുക്ക് നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പാപത്തോട് തോൽക്കരുത്. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ് ഹൃദയമുള്ളവരുമായി ശാപയോഗ്യന്മാർ എന്ന് വിളിക്കുന്നതിന് ഇടയായി തീരരുത്. നമ്മൾ ആരായിരിക്കണം? നമ്മൾ ദൈവത്തിൽ വിശ്വസ്തരായിരിക്കണം. പാപത്തോട് തോൽക്കരുത്. പാപത്തോട് തോക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത് ഒരിക്കലും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയല്ല, ജീവിതത്തിൻ്റെ നന്മയല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവാത്മാവ് ഈ കാര്യങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒന്ന്, നമ്മുടെ കാഴ്ച പാപത്തിലേക്ക് നമ്മെ നയിക്കും. യോബിൻ്റെ തീരുമാനം നമ്മൾ കേട്ടു. അതുപോലെ തന്നെ അവയവങ്ങളെ അലസ്യമാക്കി ഉപയോഗപ്പെടുത്തരുത്. മൂന്നാമതായിട്ട് ദോഷത്തെ കണ്ട് രസിക്കരുത്. നാലാമതായിട്ട് പാപത്തിൽ തോൽക്കരുത്. നമ്മൾ വിജയമുള്ളവരായി തന്നെ തീരണം. ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുവാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അരുതാത്ത കാഴ്ചമോഹത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കൊണ്ടും ഇടയായി തീർന്നാൽ തീർച്ചയായിട്ടും ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടുവാൻ കൊണ്ടും ഈ ഇടയായി തീരും. ഈ പ്രമാണം തിരുവെഴുത്തിലുടനീളം കാണുന്നുണ്ട്. നമുക്കറിയാം, അരുതാത്ത കാഴ്ച മോഹത്തിലേക്ക് നയിക്കുന്നതായിരിക്കുന്ന ആ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് ഒന്ന് നോക്കാം നമുക്ക്. 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം അവിടെ എന്താണ് പറയുന്നത്? ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. നോക്കുക, നീതിമാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും, തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് ആരാ കണ്ടത്? ഹൗവ കണ്ടു, സ്ത്രീ കണ്ടു എന്നാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം കാണുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുമ്പോൾ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലേക്ക് തിരിയുമ്പോൾ കണ്ടു, മോഹിച്ചു, എടുത്തു, ഭക്ഷിച്ചു. 3 കാര്യങ്ങൾ: കണ്ടു, മോഹിച്ചു, എടുത്തു, ഭക്ഷിച്ചു. ഒരിക്കലും അങ്ങനെയായി തീരുവാൻ ഒരു ദൈവ പൈതലിന് ഇടയാകരുത്. അരുതാത്തത് നമ്മുടെ ജീവിതത്തിൽ ആ മോഹത്തിലേക്ക്, കാഴ്ചാമോഹത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കൊണ്ടും ഇടയായി തീരുമ്പോൾ ക്രിസ്ത്യ ജീവിതം പരാജയം ആയി തീരുവാൻ കൊണ്ടും ഇടയായി തീരും. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ ജീവിതത്തിൽ ഏതെല്ലാം മോഹങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും ഉയർന്നതായിരിക്കുന്ന ഒരു സ്ഥാനം എനിക്ക് ലഭിക്കണം, ഏറ്റവും ഉയർന്നതായിരിക്കുന്ന ഒരു പണക്കാരൻ, കോടീശ്വരൻ ആയി എനിക്ക് തീരണം. അംബാനിയെ പോലെയോ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോലെയൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നതായ
ചില പ്രിയപ്പെട്ടവരും കാണാതെയില്ല, വിശ്വാസികൾ എന്ന പേര് നടിക്കുന്നവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് ഓർപ്പിക്കുകയാണ്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അത് ജഡത്തിൻ്റെ ചിന്തയാണ്. തരുവാൻ ശക്തനായിരിക്കുന്നവൻ, പോറ്റുവാൻ പുലർത്തുവാൻ മതിയായിരിക്കുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിൽ ആശ്രയിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായി തീരുമെങ്കിൽ തീർച്ചയായിട്ടും സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടതൊക്കെയും തന്ന് നമ്മെ പുലർത്തുകയും ചെയ്യും. ഈ കർത്താവ് എത്ര ശ്രേഷ്ഠൻ, എത്ര മതിയായവൻ, എത്ര ഉന്നതൻ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ മാത്രമല്ല, രുചിച്ചു മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന കർത്താവ് ഇടയാക്കി തീർക്കും എന്നത് സംശയരഹിതമായ കാര്യമാണ്. അതിലേക്ക് കടന്നു വരുവാൻ എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവിടെ വായിക്കുന്നത്, കൽദയദേശം ജന്മഭൂമി ആയുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ച കെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. കൽദയദേശത്തേക്ക് അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. പോകുവാനുള്ളായിരിക്കുന്ന വഴി അവൾ ശ്രദ്ധിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിതിൻ്റെതായിരിക്കുന്ന പ്രത്യേകതകളെക്കുറിച്ച് ഒന്ന് ചിന്തിപ്പാനോ കാണുവാനോ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മുൻപിൽ അതിനുള്ളായിരിക്കുന്ന സമയമല്ല ഉള്ളത്. എന്ന് വെച്ചാൽ കണ്ടു മോഹിച്ചു അതിലേക്ക് പോകുക. ആധുനിക മാധ്യമങ്ങളുടെ അതിപ്രസാരം മനുഷ്യനെ അവൻ്റെ പ്രത്യേകതകളെയും മനസ്സുകളെയും പ്രിയമുള്ളവരെ വികലരാംഗരാക്കി തീർക്കുകയാണ് ഇന്നത്തെ പരിപാടി എന്നുള്ളത് നമ്മൾ ഓർക്കണം. പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മോഡലുകൾ അവനെ അന്ധമായി അനുകരിക്കുന്ന ഇന്നത്തെ തലമുറ ഒന്ന് ഓർക്കണം, ദൈവം ഏർപ്പെടുത്തി ധാർമ്മിക മൂല്യങ്ങളുടെ ആണിക്കല്ല് ഇളക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നത് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. അത് നമ്മുടെ ജീവിതത്തിൽ പറ്റിയതല്ല. ഒരു വിശ്വാസിക്ക് അത് യോജിച്ചതല്ല. അവർ താഴ്മ ധരിക്കുന്നവരായിരിക്കണം, എളിമപ്പെട്ടവരായിരിക്കണം, ക്രിസ്തുവിനെ ധരിച്ച് അവനെ ഉയർത്തുന്നവരായിരിക്കണം. 4-ാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അധികാരമോഹം നിവർത്തിക്കാൻ ദുരുപയോഗപ്പെടുത്തി മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ ഇന്ന് സാത്താൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് നമുക്ക് അധികാരങ്ങൾ ലഭിക്കുന്നത്, അത് അവിടേക്ക് നമ്മെ ഒന്ന് തിരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, തിരുവെഴുത്തുകളാണ് നമ്മുടെ ആധാരം. ഈ തിരുവെഴുത്തുകളെ നമ്മൾ നോക്കുമ്പോൾ തിരുവെഴുത്തുകളിൻ പ്രകാരം മാത്രം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി കരുതുവാനും കാക്കുവാനും ശക്തനായിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് വാസ്തവത്തിൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. അധികാരമോഹം നിവർത്തിക്കാൻ ദുരുപയോഗങ്ങൾ ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. 78-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 78-ാം സങ്കീർത്തനത്തിൻ്റെ 71-ഉം 72-ഉം വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോട് അവരെ മേയിച്ചു, കൈമിടുക്കോട് അവരെ നടത്തി. ഒരു ദൈവ പൈതൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നവൻ ആകുന്നുവെങ്കിൽ ആ വ്യക്തിയെ ദൈവമായിരിക്കുന്ന കർത്താവ് കൈകളിലെടുത്ത് ഉപയോഗിക്കും. സംശയമില്ലാത്തായിരിക്കുന്ന കാര്യമാണ്. അവിടെ ക്രിസ്തുജീവിതം പരാജയപ്പെടത്തില്ല. ക്രിസ്തുജീവിതം വളരും. ക്രിസ്തുജീവിതം എത്രത്തോളം വളരും? ക്രിസ്തുജീവിതം വാനോളം വളരും. ദൈവത്തോടൊപ്പമുള്ളതായിരിക്കുന്ന ഒരു വളർച്ച. ദൈവം നൽകിയ അധികാരം ദുർവിനിയോഗം ചെയ്ത് ഇസ്രായേലിനെ മേയിക്കേണ്ടതിന് നിയമപ്പെട്ടകം
നിയമത്തിൻ്റെതായിരിക്കുന്ന ആ പ്രത്യേകതയിൽ അത് അമർന്നു പോകാതെ അത് വിട്ട് അധികാരം കയ്യിലെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയാകരുത്. ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ നിയമം അത് നമ്മൾ പിടിച്ചുകൊള്ളുവാൻ കൊണ്ടും ഇടയായി തീരേണ്ടവരാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറപിടിക്കരുത് എന്നാണ്. നമ്മൾ ദുഷ്ടതയ്ക്ക് മറപിടിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ക്രിസ്ത്യ ജീവിതം പരാജയകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകും. ക്രിസ്ത്യ ജീവിതം ജയകരമായിരിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ക്രിസ്ത്യ ജീവിതം ഒരിക്കലും പരാജയത്തിൻ്റെ പടുകുഴിയിൽ മാറുവാൻ ഇടയായി തീരരുത്. പ്രിയമുള്ളവരെ, നമ്മെ വലിയവനായിരിക്കുന്ന കർത്താവ് ആക്കിയിരിക്കുന്നത് ദുഷ്ടതയ്ക്ക് മറപിടിക്കുവാനല്ല, പിന്നെയോ സത്യത്തിന് കൊടിയുയർത്തുവാൻ വേണ്ടി മാത്രമാണ്. അതിൽ നിന്നും നമ്മൾ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹം പ്രാപിപ്പാൻ കൊണ്ടും ഇടയായി തീരണം. അതിനെന്ത് ചെയ്യണം? നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ടും ഇടയായി തീരണം. ഇന്നത്തെ ലോകത്തിൽ അങ്ങനെ ഒരു താഴ്മ ഉണ്ടാകുവാൻ കൊണ്ടും ഇടയായി തീരാറുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഒരു ഭാഗം കൂടെ ചിന്തിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ്, ഈ ആഴ്ചത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. പാപം മറച്ചു വയ്ക്കാതെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു വലിയ വിജയമാണിത്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അത് വിജയിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ പാപം ഏറ്റുപറഞ്ഞ് അവ ഉപേക്ഷിപ്പാൻ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കിടയായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് നോക്കാം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ ദാവീദ് ഊരിയാവോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിൻ്റെ സമ്മാനം അവൻ്റെ പിന്നാലെ ചെന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, പ്രതിഫലം തരുന്നവൻ, സമ്മാനം തരുന്നവൻ നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമാണ്. ഈ ഊരിയാവിന് അവൻ ഉപേക്ഷിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവഭാഗത്തവൻ നല്ലവനായി തീരുവാൻ ഇടയായി തീർന്നപ്പോൾ അവൻ എന്തു ചെയ്തു? അവന് ദൈവം വേണ്ടത് കൊടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പിറ്റേന്നാൾ ദാവീദ് അവനെ വിളിച്ചു, അവൻ്റെ മുമ്പാകെ ഭക്ഷിച്ചു പാനം ചെയ്തു. അവനെ പാനം ചെയ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഊരിയാവ് തൻ്റെ വിശ്വസ്തത കൈവെടിയാതെ നിന്നു. അവിടെ വായിക്കുമ്പോൾ ലഹരിക്കോ മറ്റുള്ളതായിരിക്കുന്ന വഴികൾക്കോ ഒക്കെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് അവനെ പ്രേരിപ്പിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നെങ്കിലും അവൻ അതിനൊന്നും പോകുവാൻ കൊണ്ടും സംഗതിയായി തീർന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതമൊന്ന് തിരിഞ്ഞു നോക്കാം, നമ്മുടെ ജീവിതമൊന്ന് മനസ്സിലാക്കാം. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം എങ്ങനെയുള്ളവരാണ്? പാപത്തോട് പോരാടുന്നവരാണോ? പാപത്തെ സ്നേഹിക്കുന്നവരാണോ? പാപത്തെ നമ്മൾ തോളിലേറ്റ് നടക്കുന്നവരാണോ? പാപത്തെ ചവിട്ടിത്തേൽക്കുന്നവരാണോ? ഏതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ കോപം ചരതിച്ചു വയ്ക്കാതെ ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവം മുൻപാകെ നിലനിൽക്കുവാനും ദൈവത്തിലുള്ളതായിരിക്കുന്ന നന്മകളെ അനുഭവിപ്പാനും ഈ മാതൃകാ പുരുഷന്മാർ നമുക്ക് ചില വഴികൾ കാണിച്ചു തരുവാനിടയായി തീർന്നുവെങ്കിൽ അവയെ ഒന്ന് പിൻപറ്റി നോക്കാം. സർവശക്തനായിരിക്കുന്ന കർത്താവിനെ അനുധാപനം ചെയ്യാം. ആ കർത്താവിൽ ൻ്റെതായിരിക്കുന്ന പ്രമാണങ്ങളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ജയം നമുക്കുള്ളതാണ് എന്ന്. ഇല്ല എങ്കിലോ യോബാവിന് പറ്റിയതുപോലെ ഊരിയാവിനെ കൊല്ലിക്കുവാൻ ഇടയായി തീർന്നതുപോലെ നമ്മെയും ഭൂമിയിൽ നിന്ന് സമയത്തിനു മുമ്പേ തുടച്ചു മാറ്റുവാൻ ഈ ദൈവത്തിന് കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ
അവൻ്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കുവാൻ. അവൻ്റെ നാമം ഉയർത്തണം. അതാണ് നമ്മുടെ ആവശ്യം. പാപത്തോട് പാപം കൂട്ടുന്നവർ തങ്ങൾക്ക് തന്നെ കോപം ചരിതിച്ചു വയ്ക്കുന്നു എന്ന് നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നു. പാപത്തോട് പാപം കൂട്ടുന്നവർ തങ്ങൾക്ക് തന്നെ കോപം ചരിതിച്ചു വയ്ക്കുന്നു. ആരുടെ കോപം? ദൈവത്തിൻ്റെ കോപം. ഒരിക്കലും അത് നമുക്കുണ്ടാകരുത്. എന്നെ ശ്രമിക്കുന്നതായിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം വലിയവനായിരിക്കുന്ന കർത്താവിൽ ശുദ്ധീകരണം പ്രാപിച്ചതാണ്. അവൻ്റെ തിരുരക്തത്താൽ കഴുകലേൽക്കപ്പെട്ടവരാണ് നമ്മൾ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണം ഏറ്റവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തു ചെയ്യണം? പാപത്തോട് പോരാടണം. പാപത്തിൻ്റെതായിരിക്കുന്ന കെടുതികളെ നമ്മൾ വിട്ടുകളയണം. നമ്മൾ ആത്മീയ ഉണർവ് പ്രാപിക്കുന്നവരായിരിക്കണം. ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയം നമുക്ക് ഉണ്ടാകുവാൻ കൊണ്ടമിടയായിത്തീരും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയത്തിലേക്കല്ല, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇതിനു വേണ്ടി സഹായിക്കട്ടെ. ഈ പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിൽ കാൽവറിനാഥം മിനിസ്ട്രി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ ബൈബിൾ സ്റ്റഡിയിൽ സംബന്ധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഈ പ്രത്യേകമായിരിക്കുന്ന ദിവസവും ഇടയാക്കിയല്ലോ. ആയതിനു വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. തുടർന്നും ഇതൊരനുഗ്രഹത്തിന് വഴിയൊരുങ്ങുവാനും കാരണമായിരിക്കുന്ന നന്മകൾക്ക് നമ്മൾ വിധേയപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതട്ടെ എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നീ കാണും വരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ നിലനിർത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.